ഇന്ന് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ്. അപ്പം നമ്മൾ തലേദിവസം ഗുരുവായൂർ പോയ വീഡിയോ ഒക്കെ എൻ്റെ പാർട്ട് 1 വീഡിയോയിലുണ്ട്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പോയത് ഇവിടെ തൃശ്ശൂർ തന്നെയുള്ള വിഷ്ണുമായ ക്ഷേത്രത്തിലാണ്. വരുമ്പോൾ തന്നെ നമുക്ക് ഇതിങ്ങനെ കാണാൻ പറ്റും, റോഡ് സൈഡിലായതുകൊണ്ട്. ആൻഡ് ഭയങ്കര രസമുണ്ട് അവിടുത്തെ ഈ ചിത്രപ്പണികളും ശില്പങ്ങളും ഒക്കെ കാണാനായിട്ട്. ഞങ്ങൾ വളരെ നേരത്തെയായിപ്പോയി അവിടെ എത്തിയത്, രാവിലെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ലൈറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. നല്ല രസമുണ്ട് അതിനകത്ത് കാണാനായിട്ട്. ആൻഡ് നമുക്ക് അതിനകത്ത് വീഡിയോഗ്രാഫിയൊക്കെ അലൗഡാണ്. പ്രതിഷ്ഠയുടെ വീഡിയോ മാത്രം എടുക്കാതിരുന്നാൽ മതി, അല്ലാതെ ഫോണൊക്കെ അലൗഡാണ്. ഇവിടെ എന്തോ വലിയ പ്രസിദ്ധമായ ഒരു കാര്യസിദ്ധി പൂജയൊക്കെ ഉണ്ട്. അത് 10 മണിക്കാണ്. അപ്പോൾ അതിന് ഒരുപാട് ആളുകളൊക്കെ വരാറുണ്ട്. അത് നമ്മുടെ ഒരു ആഗ്രഹമൊക്കെ അത് നടത്തി കഴിയുമ്പോൾ സഫലമാകും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആൻഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ, അത് സത്യം പറഞ്ഞാൽ അമ്പലമാണോ എന്ന് നമുക്ക് മനസ്സിലായില്ല, അവിടെ അടച്ചിട്ടിക്കുമായിരുന്നു. ഒരു കുളവും പിന്നെ നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. എല്ലാ ഇൻസ്ട്രുമെന്റ്സ് അടുത്ത് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രത്തിലാണ്. ലക്കി നോക്കി പോട്ട്. ഇവിടെ രാവിലെ ആയിരുന്നെങ്കിൽ കൂടി അത്യാവശ്യം ഇത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഫോണും ഫോട്ടോഗ്രാഫിയൊന്നും അലൗഡല്ല. പക്ഷെ പുറത്ത് ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. സേവ് ദ ഡേറ്റ്, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി, അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് പുറത്ത് വെച്ച് എടുക്കാൻ നല്ല സ്പോട്ടൊക്കെ ഉണ്ട്. ഞാൻ എന്തോ കാര്യമായിട്ട് പറയാൻ വന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടെ എന്താണ് ഞാൻ പറയാൻ വന്നതെന്ന്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അടുത്ത് പോയത് നമ്മുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. അത്രയ്ക്ക് ക്യൂ ആയിരുന്നു ഇവിടെ. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അത്രയും അല്ല, അതിനേക്കാളും നല്ല ക്യൂ ആയിരുന്നു. ഇവിടെ ഉത്സവമായിരുന്നു, മീനഭരണി. അപ്പോൾ നിങ്ങൾ കഴിവതും വരുന്നവർ ആ സമയം ഒഴിവാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ക്യൂ വെയിറ്റ് ചെയ്ത് അങ്ങനെ തൊഴാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ പിന്നെ എന്തായാലും പുറത്തുനിന്ന് തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും ഇപ്പോഴൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി. സോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ആക്ച്വലി നമ്മളെ കാറ്. ഏതാണ് കാറ്? അതാണോ കാറ്? കൈ അങ്ങോട്ടാണ് ഡയറക്ഷൻ. അതല്ലല്ലേ, ഇതല്ലേ കാറ്? ആ അത് തന്നെ, അതല്ലേ കാറ്? ആ അപ്പൊ അതാണ് കാറ്. ഇല്ല അത് തന്നെ അവനറിയാം. ആക്ച്വലി നമ്മൾ പോയത് നല്ല ചൂട് സമയത്തായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് 2 കരിക്കൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ അടുത്ത് പോയത് നമ്മുടെ കോട്ടയം ലുലു മോളിലേക്കാണ്. എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിനേക്കാളും ഒരുപാട് സ്പോർട്സും സ്പേസ് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അവിടെയും ഉണ്ട്. ആൻഡ് ഇവിടെ ഇത്തിരി കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു കഴിക്കാനായിട്ട്. പക്ഷെ വേറെ ഷോപ്സൊക്കെ ഇവിടെ കുറവാണ്. ക്യാമറ കാണുമ്പോൾ അപ്പോൾ തല തിരിച്ചോളും. ആക്ച്വലി നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ അത്രയും ഷോപ്സൊന്നും ഇവിടെ ഇല്ല. 2 ഫ്ലോറേ ഉള്ളൂ. പിന്നെ
അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്ലേയിങ് ഇഷ്യൂ എടുക്കോട്. ഇല്ല ഓടി കൊടുക്കൂലടി. ഫണ്ടൂരൊക്കെ ഇത്രയേ ഉള്ളൂ. ഒന്ന് നോക്കൂ. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. സോ വീട്ടിൽ പോയിട്ട് കാണാം. അപ്പം ഞങ്ങൾ വീടെത്തിയിരിക്കുകയാണ്. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.